കൊല്ലം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ ഒഴിവ് നികത്താൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. 2022 അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് തയ്യാറാക്കിയെങ്കിലും നിയമനം അനന്തമായി നീളുകയാണ്. 5 അംഗങ്ങളുള്ള കൊല്ലം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നും ഒരാളെ പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ പകരം ആളെ നിയമിക്കുന്ന നടപടി അനന്തമായി നീളുകയാണ്. 2022 നടന്ന അഭിമുഖത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അടക്കം നിയമനത്തിന് കാത്തുനിൽക്കുമ്പോഴാണ് നിയമന നടപടി അനന്തമായി നീളുന്നത്. 2022 അഭിമുഖത്തിൽ ലിസ്റ്റിൽ 6ാമത് വന്ന ആളാണ് കൃഷ്ണൻകുട്ടി നായർ. കമ്മിറ്റിയിൽ നിന്നും ഒരംഗത്തെ പിരിച്ചുവിട്ടതോടെ അടുത്ത സാധ്യത കൃഷ്ണൻകുട്ടി നായർക്കാണെങ്കിലും ഒഴിവ് നികത്താനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനുൾപ്പെടെ പരാതി നൽകി. നടപടി ഉണ്ടാകാത്തതിനാൽ വിവരാവകാശം വഴി അന്വേഷിച്ചപ്പോൾ പാനൽ കാലാവധി അവസാനിച്ചെന്നും അഭിമുഖം നടത്തി പുതിയ പാനൽ തയ്യാറാക്കണമെന്ന മറുപടിയാണ് ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ നൽകിയതെന്ന് കൃഷ്ണൻകുട്ടി നായർ പറഞ്ഞു. എന്നാൽ താൻ അനുജനെ പോലെ വിശ്വസിച്ച് ഇടതുപക്ഷ പാർട്ടിക്കാരനായ ഒരാൾ മന്ത്രി ഓഫീസിൽ നടത്തിയ ഇടപെടലിലൂടെയാണ് തന്റെ നിയമനം തടഞ്ഞതെന്നും കൃഷ്ണൻകുട്ടി ആരോപിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ വന്ന ഒഴിവ് 100% അർഹതപ്പെട്ട ആളാണ് ഞാൻ. സെലക്ഷൻ കമ്മിറ്റി സർക്കാരിന് സംബന്ധിച്ച പാനലിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒന്നാമതാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ നിയമനം എനിക്ക് നൽകാതെ ചില കക്ഷികൾ, ഞാൻ എൻ്റെ സ്വന്തം മനുഷ്യരെന്ന് വിചാരിച്ച ഒരാൾ മന്ത്രി ഓഫീസിലെ ഒരാളുമായിട്ട് ചേർന്നുകൊണ്ട് എനിക്ക് നിയമനം ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിക്ക് ഞാൻ 2-3 തവണ പരാതി കൊടുത്തു. അതും സർക്കാരിന് നൽകിയെങ്കിലും അക്കാര്യത്തിലും നടപടിയെടുക്കുന്നില്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടിയാണ് കാലാവധി അവസാനിച്ചെന്ന ന്യായം ശിശുക്ഷേമ വകുപ്പ് പറയുന്നത്. എന്നാൽ 2017 ജൂലൈയിലെ സംസ്ഥാന സർക്കാർ വിജ്ഞാപന പ്രകാരം 3 വർഷമാണ് കമ്മിറ്റിയുടെ കാലാവധി. 2025 കാലാവധി അവസാനിക്കുന്നതിനാൽ ഇപ്പോൾ നിയമനം നൽകിയാൽ കൃഷ്ണൻകുട്ടിക്ക് 3 വർഷം കൂടി തുടരാനാകും. സംസ്ഥാന സർക്കാർ ചട്ടം രൂപീകരിച്ചാൽ കേന്ദ്ര ചട്ടം ബാധകമല്ലെന്ന കാര്യം കാറ്റിൽ പറത്തിയാണ് ഇദ്ദേഹത്തിന്റെ നീതി നിഷേധിക്കുന്നത്. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്തതിനാൽ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കൃഷ്ണൻകുട്ടി നായർ. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.